മരങ്ങാട്ടുള്ളി ഗ്രാമപഞ്ചായത്ത് പൊതുജന ആരോഗ്യ രംഗത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. 2021-22 കാലഘട്ടങ്ങളിൽ മരങ്ങാട്ടുള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ, ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ, ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ, 2 NRHM ക്ലിനിക്കുകളുടെ നേതൃത്വത്തിൽ പൊതുജന ആരോഗ്യ രംഗത്ത് പൊതുജനങ്ങൾക്ക് ആശ്വാസകരമായ വളരെ വലിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവയവദാനം മഹാദാനം എന്ന ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും 14 ഗ്രാമസഭകൾ കൂടി അവയവദാനത്തെപ്പറ്റി ക്ലാസ് എടുത്ത് ഏതാണ്ട് 200ഓളം ആളുകളാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാർ ഡോക്ടർക്ക് അവയവദാന സമ്മതപത്രം കൈമാറിയത്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനം ഇന്ന് മറ്റേത് പഞ്ചായത്തുകളേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ മരങ്ങാട്ടുള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ ആരോഗ്യ പരിപാലന രംഗത്ത് മരങ്ങാട്ടുള്ളി ഗ്രാമപഞ്ചായത്ത് അഭിമാനകരമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് ഡോക്ടർ സാം സാവിയോ. ഞാൻ മരങ്ങാട്ടുപള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറാണ്. 2021-22 വർഷത്തിൽ മരങ്ങാട്ടുപള്ളി കുടുംബാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച വർഷമാണ്. കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ടിലുകൾ നമുക്ക് സ്പോൺസർ ചെയ്ത് ബഹുമാനപ്പെട്ട മെഡിമിക്സ് കമ്പനി MD സാബു സാർ സ്പോൺസർ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു നേട്ടമാണ് നമ്മുടെ കുറിച്ചിത്താനം സബ് സെന്റർ ഒരു വെൽനസ് സെന്ററായി ഉയർത്തപ്പെടുകയും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. വയോജന സൗഹൃദ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഒക്ടോബർ 1-ാം തീയതി സായം സന്ധ്യ എന്നൊരു പരിപാടി സംഘടിപ്പിക്കുകയും ഈ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായമുള്ള വയോജനങ്ങളെ അവിടെ ഒത്തുചേരാൻ ഒരു അവസരമൊരുക്കുകയും അതോടൊപ്പം അവർക്ക് അവരുടെ കലാവാസനകൾ കാണിക്കാനും അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവരായി സംസാരിക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്ത ഒരു മഹത്തായ കാര്യം നമുക്ക് ഈ പോയ വർഷം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ പോയ വർഷത്തെ എടുത്തു പറയേണ്ട മറ്റൊരു വികസനമാണ് നമ്മുടെ ആശുപത്രി പൂർണ്ണമായും ഹെൽത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളത്. ജനങ്ങൾക്ക് യൂണിവേഴ്സൽ ഹെൽത്ത് ID എന്നൊരു രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുകയും അവർക്ക് OP അതുപോലെ തന്നെ ഫാർമസി, ലാബ് എന്നിവ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെ ആക്കുകയും ചെയ്തു. ഇത് മുഖേന ജനങ്ങൾക്ക് അവരുടെ ഈ UHID കാർഡ് ഉപയോഗിച്ച് മറ്റ് സർക്കാർ ഹോസ്പിറ്റലുകളിലും ഇതേ UHID കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വാതിൽപ്പടി സേവനത്തിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, വോളണ്ടിയേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ ബെനിഫിഷ്യറീസിനെ കണ്ടെത്തുകയും അവരിലേക്ക് സേവനങ്ങൾ എത്തിക്കാനും നമുക്ക് ഈ പോയ വർഷം സാധിക്കുകയുണ്ടായി. നമസ്കാരം, ഞാൻ ഡോക്ടർ ആരിശ്രീ. ഞാനിവിടെ മരങ്ങാട്ടുപള്ളി ഗവൺമെന്റ് ആരോഗ്യ ഡിസ്പെൻസറിയിൽ യോഗ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഗവൺമെന്റ് ആരോഗ്യ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായിട്ട് അപ്ഗ്രേഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ ആയുർവേദ മിഷന്റെ ഒരു ഫ്ലെക്സിബിൾ പ്രോജക്റ്റ് ആണിത്. ഇതിൽ യോഗ പരിശീലനം എന്ന് പറയുന്നത് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ നമുക്ക് കമ്മ്യൂണിറ്റി ലെവൽ യോഗയുണ്ട്. ഇതുകൂടാതെ ഇപ്പം സ്കൂളുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ആളുകൾക്ക് താല്പര്യാർത്ഥം നമ്മൾ യോഗ പരിശീലനം കൊടുക്കുന്നുണ്ട്.